മാമലക്കണ്ടം മൺസൂൺ സമയത്ത് നിങ്ങൾ ആരെങ്കിലും മാമലക്കണ്ടം വഴി മൂന്നാറിലേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ട് കാണുക. ഈ മൺസൂൺ സമയത്ത് മാമലക്കണ്ടം വഴി മൂന്നാറിലേക്ക് പോകുക എന്ന് പറയുന്നത് അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ആ ഒരു കാടിനുള്ളിലൂടെയുള്ള ആ ഒരു യാത്രയും കോടയൊക്കെ തന്നെ അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മാമലക്കണ്ടത്തിലേക്കുള്ള യാത്രയിലേക്ക് പോയാലോ? എന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പത്തനാപുരം KSRTC സ്റ്റാൻഡിൽ നിന്നുമാണ്. കൃത്യം രാവിലെ 3:30 ആയപ്പോൾ തന്നെ ഞാൻ സ്റ്റാൻഡിലെത്തി. നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ബസ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. എനിക്ക് പോകേണ്ട ബസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതിലോട്ട് കയറി. ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് ആകെ ബസ് ഫുൾ കളറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3.5 മണിക്കൂറോളം ബസ്സിൽ തന്നെ ഇരുന്ന് പെരുമ്പാവൂർ സ്റ്റാൻഡിൽ എത്തി. ലൈഫിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സുഹൃത്തിനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ടു. പുള്ളിയുടെ ബൈക്കുമായിട്ട് സ്റ്റാൻഡിന്റെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി. ഈ ഒരു ട്രാവൽ സീരീസിൽ ഞാൻ കവർ ചെയ്യുന്നത് മാമലക്കണ്ടം വഴി അടിമാലി, അവിടുന്ന് നേരെ മൂന്നാറ്, പിന്നെ മൂന്നാറിൽ നിന്ന് നേരെ വട്ടവടയിലേക്കാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്. മൺസൂൺ സമയത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ റൂട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ കുട്ടമ്പുഴ വഴി മാമലക്കണ്ടത്തേക്കുള്ള റൂട്ട് പിടിച്ച് പോവുകയാണ്. പോകുന്ന വഴിയിൽ കാണുവാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. എല്ലാം ഒന്നും തന്നെ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴയൊക്കെ ഇടയ്ക്ക് നല്ല രീതിയിൽ ശക്തമായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഈ വീഡിയോയുടെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു ലോ എൻഡ് ഡിവൈസിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ബെസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ആസ്വാദനത്തിനെ ബാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ യാത്ര വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. പോകുന്ന വഴി മഴ സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് അടിപൊളി വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം കണ്ടത് ഈ തട്ടേക്കാട് ബ്രിഡ്ജാണ് കേട്ടോ. അവിടെ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ട് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ആസ്വദിച്ച് അവിടെ തന്നെ നിന്നു. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ല രീതിയിൽ കയറി കിടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാണ്ടിരിക്കുക. കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല വെള്ളത്തിന്റെ ഒഴുക്കെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വളരെ സേഫായിട്ട് മാത്രം ഇതൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊരു പ്ലേസ് കാണാൻ വേണ്ടി പോയി അല്ലെങ്കിൽ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോയെന്ന് വെച്ചോ, ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ദൂരെ നിന്നാണ് കാണുന്നതെങ്കിൽ അതെനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് അടുത്ത് പോയി നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗി എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് ദൂരെ നിന്ന് കാണുമ്പോഴാണ്. ഇത് എൻ്റെ മാത്രം ഫീലിങ്സ് ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ കുട്ടമ്പഴയിൽ നിന്നും റൈറ്റ് തിരിഞ്ഞ് അടിമാലി മൂന്നാർ റൂട്ടിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾക്കൊരു കിഡിലാൻ വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും വണ്ടി അവിടെ നിർത്തിയിട്ട് കുറച്ചു നേരം ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഒരു പള്ളിയാണ്, അതിന് ചുറ്റും ഇപ്പൊ റംബൂട്ടാന്റെ സീസൺ ആയതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഒരുപാട് റംബൂട്ടാൻ മരങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. മാത്രമല്ല അതിലും തന്നെ ഈ പറയുന്ന തൊട്ട് നെറ്റ് ഉപയോഗിച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കിളി കുത്തി താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വെച്ചേക്കുന്നത്. എനിക്കതിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്ത് ഒന്ന് പറയുക കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. നമ്മൾ മുന്നോട്ട് പോകുന്നതോറും നമ്മളൊരു കാട്ടിനുള്ളിലേക്കാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് തന്നെ ആ ഒരു റോഡിന്റെ വീതി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ ചെറിയ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയാണെങ്കിൽ റോഡൊക്കെ ഒരുപാട് മോശമായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ എവിടേക്കോ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും റോഡ് ഒരുവിധമൊക്കെ മോശമാണ് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ഗ്യാപ്പ് കൊടുക്കാനുള്ള ഒരു സ്പേസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് അത്രയും ചെറിയൊരു റോഡാണ്. ആ റൂട്ടിലൂടെ ഒരു പോകുന്ന യാത്ര എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ സമയത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും തരാൻ വേണ്ടി പോകുന്നത്. കാര്യം നമ്മളിപ്പോൾ മൺസൂൺ സമയത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് പോകുന്ന വഴി ഒരുപാട് അടിപൊളി വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. ചെറിയ അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും റോഡ് സൈഡിലായിട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ ഒരുപാട് വിഷ്വൽസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം തന്നെ പകർത്തി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാര്യം മഴ പെയ്യുമായിരുന്നു. ഇടയ്ക്കൊന്ന് തോരും പിന്നെയും കൂടും. അങ്ങനത്തെ ഒരു രീതിയിലാണ് മഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു കാട്ടിലൂടെയുള്ള യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും ഏത് വന്യമൃഗം വേണമെങ്കിലും നമ്മുടെ മുന്നിലേക്ക് വന്ന് ചാടാം. ആ ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ആ ഒരു കരുതലോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വളവും ഞങ്ങൾ തിരിയുമ്പോഴും വളരെ കരുതലോടെ വളരെ സൂക്ഷ്മതയോടെ മാത്രമാണ് തിരിയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാട്ടിലൂടെ തന്നെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത അവസാനം ഒരു ബ്രിഡ്ജ് കണ്ടു. ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കലുങ്ക്. അവിടെ ആണെങ്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. മഴ സമയം ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെള്ളം കാണാൻ സാധിക്കുന്നത്. അല്ലാത്ത സമയത്താണ് വരുന്നതെങ്കിൽ നമുക്കിതുപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കാണാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് മുതലായി. അതായത് ആ റൂട്ട് പോയത് എന്തായാലും മുതലായി. പിന്നെ എന്തിനാണ് റൈഡേഴ്സ് ഒക്കെ കൂടുതലായിട്ടും ഈ ഒരു വഴി ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ റൂട്ടാണ്. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ കാടിന് നടുവിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊരു അപകടകരമായ റൂട്ടാണെങ്കിൽ പോലും നമുക്കാണെങ്കിൽ ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. മറ്റേ വഴി നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വൈബ് അല്ലെങ്കിൽ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് കഴിയത്തില്ല. എവിടെ നോക്കിയാലും വണ്ടിയും തിരക്കും ഒക്കെ തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ഈ റൂട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്കൊരു ഫ്രഷ്നെസ് ഈ ഒരു കാടിനുള്ളിലൂടെ പോകുമ്പോൾ കിട്ടും. അങ്ങനെ അതെല്ലാം കണ്ട് വീണ്ടും മുന്നോട്ട് തന്നെ യാത്ര തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു സ്പോട്ട് കിട്ടി. അവിടെ വീണ്ടും വണ്ടി നിർത്തി. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു മലയിൽ
നിന്നും നല്ല രീതിയിൽ കോട വരുന്നുണ്ടായിരുന്നു. മഴയൊന്ന് പെയ്തൊന്ന് തോർന്ന ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് കോട അങ്ങോട്ടേക്ക് വന്ന്. പൊന്മുടി പോലെ അത്രയ്ക്ക് ഭയങ്കര ഇതൊന്നും അല്ല, എന്നിരുന്നാൽ പോലും നമ്മളിങ്ങനെ കാട്ടിനുള്ളിലൂടെ യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കോടയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കും. പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന ഈ ഒരു റൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനകത്ത് ഒരു നഷ്ടവും നിങ്ങൾക്ക് വരത്തില്ല. പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് യാത്ര ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കോടയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോയി. പിന്നെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്പോട്ട് കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയി. പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കയറ്റങ്ങളും ഒരുപാട് ഇറക്കങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇറക്കത്തെക്കാരും കൂടുതൽ ഉണ്ടായിരുന്നത് അതിഭയങ്കരമായിട്ടുള്ള കയറ്റങ്ങളാണ് കേട്ടോ. കയറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നൊന്നര കയറ്റമായിരിക്കും. ആ ഒരു വഴി പോയിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ആ ഒരു വഴി ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പോകുന്ന വഴിക്ക് അടുത്തൊരു സ്പോട്ട് കിട്ടി. അവിടേക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. അത് മറ്റെങ്ങും അല്ല, നമ്മുടെ ഉരുളിക്കുഴി വാട്ടർഫോൾ ആണ്. ഇത് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ഇതല്ല, എന്നിരുന്നാൽ പോലും ആൾക്കാരൊക്കെ വരാറുണ്ട്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇതിന്റെ അപ്പുറം കാണുന്നത് ഒരു റിസോർട്ടാണ്. ഒരു റിസോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്റ്റേ ആണ്. മഴ സമയം ആയതുകൊണ്ടും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചർ ആയതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ പോയില്ല. നിങ്ങൾ വരുവാണെങ്കിൽ പോലും അങ്ങോട്ടേക്ക് അധികം ഇറങ്ങി ചെല്ലാണ്ടിരിക്കുക. കാര്യം ഓൾറെഡി ഇവിടെയൊക്കെ വഴുക്കലും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഓൾറെഡി രണ്ടോ മൂന്ന് തവണ ഞാൻ തന്നെ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്. പിന്നെ മഴ സമയം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും വഴുതി കിടക്കുകയാണ്. നല്ല രീതിയിൽ പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, കെയർഫുൾ ആയിട്ട് പോവുക. കുറച്ച് അകലെ ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു. ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് നടന്നു. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് മാമലക്കണ്ടം. ശരിക്കും മാമലക്കണ്ടം ആ ഒരു സ്കൂളില്ലേ, അപ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും മാമലക്കണ്ടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൂളും അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒരിക്കലും മിസ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ തന്നെ നമ്മൾ കയറി ഇറങ്ങി പോകുന്നത് ഒരു അടിപൊളി കാഴ്ചയിലേക്കാണ്. അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലായിരിക്കും. മാമലക്കണ്ടത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ കാണുന്ന കാഴ്ചകൾ ഓരോന്നും നമുക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മാമലക്കണ്ടം സ്കൂളും കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ മാമലക്കണ്ടം സ്കൂളിൽ അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ടേക്ക് ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ പതിവ് പോലല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ട്രാവലർ നിറച്ച ആൾക്കാരാണ് അവിടെ വന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില സമയത്തൊന്നും ഇവിടെ അത്ര വലിയ തിരക്ക് കാണത്തില്ല. പക്ഷേ ഇപ്പം മൺസൂൺ സമയം ആയതുകൊണ്ടും ഇടസമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഴ സമയം ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നത്. അതായത് ആ ദൂരെ നിന്ന് കാണുന്ന ഒരു വെള്ളം ഒഴുകി വരുന്നില്ലേ, ഇതൊക്കെ മഴ സമയത്ത് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഇത്ര അടിപൊളിയായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു വ്യൂ കിട്ടില്ല. അങ്ങനെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ കണ്ട് കുറേ നേരം അവിടെ തന്നെ നിന്നു. അവിടെ തന്നെ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഒരുപാട് ജീപ്പും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ജീപ്പ് സഫാരിയൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരി ചെയ്യാം. ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ലൊരു ജേണി തന്നെയായിരിക്കും തരാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ മാമലക്കണ്ടത്ത് ഇത് മാത്രമൊന്നുമല്ല കാണാനായിട്ട്, ഒരുപാട് കാഴ്ചകൾ വേറെയുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അതായത് മറ്റൊരു ദിവസം നമുക്ക് ഇതിനായിട്ട് നമുക്ക് ഇറങ്ങാം. മാമലക്കണ്ടം എന്ന രീതിയിൽ മാത്രം ഇറങ്ങാം. ഇപ്പം നമ്മൾ മാമലക്കണ്ടം വഴി മൂന്നാറേക്ക് പോകുന്നു. അവിടെ നേരെ വട്ടവട, അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിച്ചു കിട്ടാണ്ട് മാമലക്കണ്ടം എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ട്രാവൽ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് പോരായ്മകൾ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ ക്ഷമിക്കുക. ഇതിനേക്കാളും അടിപൊളിയായിട്ട് നമ്മൾ ഇനി മുന്നോട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ മാമലക്കണ്ടത്ത് നിന്നും ബായ് പറഞ്ഞ് നേരെ പോവുകയാണ്. ഇനി നേരെ അടിമാലി പോകണം. അവിടുന്ന് നേരെ മൂന്നാറിലേക്ക്, അങ്ങനെ പിന്നെ നേരെ വട്ടവടയിലേക്ക്. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലുള്ള കൂടുതൽ ട്രാവൽ വീഡിയോസിനൊക്കെ ആയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിറങ്ങളെ പറയുമോ ഓമല നിറയുമോ നെഞ്ചിലേ കാവലേ കൈയിലേ താരമേ ഓരോരോ മണ്ണിലെ മോഹം ഏതേതോ വിണ്ണിലെ താരം കണ്ണീരണിഞ്ഞാനിയും വരാത്തേ ആരാരോ പാറുന്നു ദൂരെ ആലോലം പായുന്നു നീലെ എന്തെന്തേ എന്നെ കണ്ടില്ല നീയേ ഒരേ നിനകുമാ
ഒരേ കനിവു